അവതാരകനായും നടനായും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ജീവ. ജീവ മാത്രമല്ല, ഭാര്യ അപർണയും നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. ഇരുവരും സൂര്യ മ്യൂസിക്കിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് ആദ്യമായി എത്തുന്നത്. പിന്നീട് ഈ ഫീൽഡിൽ നിന്നെല്ലാം മാറി അപർണ ഒരു എയർ ഹോസ്റ്റേഴ്സ് ആയി ജോലി നോക്കുകയും ഖത്തറിലേക്ക് പോവുകയും ചെയ്തു. സരിഗമപ്പ എന്ന പരിപാടിയിലൂടെ ജീവ നമ്മുടെയൊക്കെ മനസ്സിലിടം നേടുകയും ചെയ്തു. എന്നാൽ ഇരുവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന മോസ്റ്റ് ട്രീറ്റഡ് കപ്പിൾസ് ആയിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു ഇവരുടെ കോമഡി ആണെങ്കിലും സ്നേഹമാണെങ്കിലും ഇവരുടെ എല്ലാ കാര്യങ്ങളും വിശേഷങ്ങൾ അറിയാനും ഒക്കെ. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇരുവരും സോഷ്യൽ മീഡിയയിലൊന്നും തങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോകളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഇരുവരും ഒന്നിച്ചുള്ള ഒരു കാര്യങ്ങളും നമ്മളോട് പങ്കുവെക്കുന്നില്ല. എന്നാൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചിത്രങ്ങൾ, അതായത് സ്വന്തം കാര്യങ്ങളാണെങ്കിലും അപർണ സ്വന്തം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്രയും വർഷം, കഴിഞ്ഞ വർഷം വരെയും ഓണത്തിനും എല്ലാം അങ്ങനെ എല്ലാ കാര്യത്തിനും ഒന്നിച്ചുണ്ടായിരുന്ന അവർ ഇത്തവണ ഒരാഘോഷത്തിനും ഒന്നിച്ചില്ല എന്നത് ആരാധകർക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? ഇല്ല, ഇവിടുന്ന് അങ്ങോട്ട് വന്നു, ഇനി തിരിച്ചു നേരത്തെ പറഞ്ഞ സാധനം ഇവിടെ അപ്ലൈ ചെയ്ത് തുടങ്ങി. അല്ല, അപ്പൊ അത്രയും മാത്രം പാറുവിനെ ശ്രദ്ധിക്കുന്നവരുണ്ട്. സോ വാട്ട് ഇസ് ദ സ്റ്റോറി? അത് കേട്ടിട്ടുള്ളൂ. ഇനി ബാക്കി ചാരി നമ്മുടെ കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാറുവിന്റെ കഥകളിലേക്കാണ് നമ്മൾ. പാറു എങ്ങനെ വന്നു ഈ ഒരു പുതികത്തിന്റെ ബെറ്റ്? ചേട്ടാ, അതങ്ങനെ വലിയ കഥയൊന്നും അല്ല, എന്നാലും ഞാൻ പറയാം. ഊഞ്ഞാലെ തട്ടി വീണു, മലക്കം മറിഞ്ഞ് വീണെന്ന് പറയരുത്. തട്ടി LKG പഠിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കള്ളനും പോലീസും കളിക്കാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. കള്ളനും പോലീസും കളിക്കാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഞങ്ങള് ബോയ്സും ഗേൾസും കൂടെ ഒരുമിച്ച് കള്ളനും പോലീസും കളിക്കാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അപ്പൊ നിങ്ങള് കളിക്കാൻ വേണ്ടിട്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. എന്നിട്ട് അപ്പൊ ഞാൻ കള്ളനായിരുന്നു. സ്വാഭാവികം, വലിയ വ്യത്യാസമൊന്നുമില്ല അന്നും ഇന്നും. ബാക്കി പറയൂ. അപ്പൊ എന്നെ പോലീസ് ഓടിച്ചിട്ടായിരുന്നു. ഒരുത്തന്നെ ഓടിച്ചിട്ട്, അവൻ പോലീസായിരുന്നു. അപ്പൊ ഓടിച്ചിട്ട് കറങ്ങി 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 വന്നപ്പോ നമ്മുടെ സീസോ ഇല്ലേ, അതിൽ തട്ടി, സീസോ അല്ല, ഒരു കല്ലെ തട്ടി സീസോയിൽ ആ പിടിച്ചിരിക്കുന്ന സാധനം ഒറ്റയിടി. എന്നിട്ട് മുറിഞ്ഞില്ല, പോയി. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. വേദന എടുത്തിട്ട് അയ്യോന്ന് ഇങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോ ചുറ്റും പിള്ളേര് നിന്നിട്ടിരുന്ന് കരയുവാ. അപ്പൊ എനിക്കറിയില്ല എന്താ സംഭവം. പിന്നെ കുറച്ച് എനിക്ക് ഒഴുകി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞു ഇത് പൊട്ടി ചോര വന്നോണ്ടിരിക്കുകയാണ്. അല്ല, അത് അങ്ങനത്തെ ഒരു, പക്ഷെ അതൊരു ഒരു ഡിഫറെന്റ്, ഒരു യുണീക്ക് ഒരു മാർക്കാണ്. നമ്മൾ അത് ഫ്ലോണ്ട് ചെയ്യണം അല്ലേ? അത് നമ്മൾ ഫ്ലോണ്ട്. പക്ഷെ അത് അന്ന് പോയതിനു പിന്നെ ഇവിടെ വളർന്നിട്ടുമില്ല. എന്താ അതല്ലല്ലോ അങ്ങനെ, അതറിയത്തില്ലേ? ചേട്ടനുണ്ടോ എന്തെങ്കിലും? താടിക്ക് അല്ലേ തന്നെ താടി കുറവാ. അത് ഇതേപോലെ മാട്ടയില് ബൈക്കിൽ പോയതാ. അപ്പൊ എന്നോട് തലേന്നാണെങ്കിൽ പിന്നെ ഞാൻ ബൈക്ക് വന്ന് നിർത്തിയപ്പം അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഹെൽമെറ്റ് ഒന്നും ഇല്ലാതാണോളാ പോന്നെ. ജംഗ്ഷൻ വരെ എവിടെ പോയാലും ഹെൽമെറ്റ് വെക്കണം. പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകാൻ നോക്കിയപ്പോ സെയിം പുള്ളി ചായ കുടിച്ചോണ്ടിരിപ്പ. അപ്പൊ ജാടക്കുണ്ട് ഹെൽമെറ്റ് ക്ലിപ്പിട്ടില്ല. പുള്ളി കാണിക്കേണ്ടി ഹെൽമെറ്റ് വെച്ചു വെച്ചുള്ളൂ. നേരെ മേളിലോട്ട് ചെന്നു, ജംഗ്ഷനിൽ വെച്ച് മറിഞ്ഞു വീണു, ഹെൽമെറ്റ് ഊരിപ്പോയി, താടി പോയി അടിച്ചു. ഈ സെയിം അവസ്ഥയായിരുന്നു. അതായത് കഴിഞ്ഞിട്ട് അപ്പന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ല, ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പം മറിഞ്ഞു വീണു. അപ്പൊ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നു. അപ്പൊ എന്റെ കൂടെ ഉള്ളവനെ കണ്ടില്ല. ഞാൻ വീണ് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് അവൻ വന്ന് ലാൻഡ് ചെയ്തത്. നീ ഓക്കെ ആണോന്ന് ചോദിച്ചു. ഓക്കെ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. കൈ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ഒരു സാധനം. അപ്പോഴാണ് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു കട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ പിന്നെ മൂന്ന് ബൈക്കിൽ ഞങ്ങൾ അവിടെ നിന്നാണ് കോളേജിലേക്ക് പോകുന്നത്. അപ്പൊ മൂന്ന് അമ്മമാരോട് നേരെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ ഒരു നേഴ്സ് എന്തായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പഴില്ല, ഡോക്ടർ 9 മണിക്ക് വരത്തുള്ളൂ, പോയിട്ട് 9 മണിക്ക് വരെ, 6:30 ആയതേ ഉള്ളൂ. ഞാൻ മുറിഞ്ഞ് സ്റ്റിച്ചറാച്ചെന്ന് എന്നോട് പറയും അവര്. ഈ ഡോക്ടർ ഇപ്പൊ ഇല്ല, പോയിട്ട് 9:30 ആകുമ്പോ വരെ. അപ്പൊ ഒരു ഡോക്ടർ ഇത് മുറിഞ്ഞ്, അങ്ങനെയാണെങ്കിൽ മാവലിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ മാവലിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ അവരെ 7 മണിക്ക് വന്നു. അവിടെ സ്റ്റിച്ചിട്ടപ്പോൾ 9:30 ആയി. അങ്ങനെ അന്നേരത്തേക്ക് ഇവിടെയൊക്കെ കുറച്ച് നീരൊക്കെ ആയിട്ടോ. അപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് കോളേജിൽ പോയി ഇറങ്ങി. ഞാൻ ഹെൽമെറ്റ് ജാടയ്ക്ക് എനിക്ക് അറിയത്തില്ല. അറിയാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ അപ്പൊ ഞങ്ങള് തിരിച്ച് 6 മണിക്ക് കാവടിയുള്ളിൽ പോയ മോൻ കോളേജിൽ സാധാരണ 5 മണി 5:30 ആകുമ്പോ വരുന്ന ഞാൻ 10:30 11 മണിയായപ്പോ എത്തി. ഇവിടെ ഒരു കെട്ട്, അതും ഇങ്ങനെ ഇങ്ങനൊരു കേട്ട് ദേ തോറ്റ് തുന്നം പാടി വന്ന് നിന്റെ മോൻ എന്ന് പറയുന്ന പോലെ 4-5 കൂട്ടുകാരെ അനുഗമിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് അമ്മയെ വിളിച്ചു. ഒരുത്തരും പുറത്തുണ്ട്, അകത്തോട്ട് കയറ്റി ഇരുത്തിയൊക്കെ. അതാണ് അങ്ങനെ. അതുകൊണ്ട് ആ രോമം വളരുന്നില്ല, അതൊന്നും എനിക്കറിയാം. പക്ഷെ ഇത് രസമായിട്ടുണ്ട്.
ഇനിയിപ്പോ ആൾക്കാർ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഞാൻ അത് മാറ്റാൻ ഇനി എല്ലാരോടും നമുക്ക് പറയാൻ അത്രേ പറ്റുമോ? ഉള്ളൂ, പിന്നല്ല. ആരിനി പുരികത്തിന് പറ്റി അതൊരു സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞ സാധനം എടുത്ത് കലക്കേക്കണം. അല്ലെങ്കിൽ ഇതെടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലേ? ഇതെപ്പോഴും കൈ വെച്ചോ, പോർഷൻ കട്ട് ചെയ്ത് കൈ വെച്ചോ, കട്ട് ചെയ്ത് വെച്ചാൽ മതി. സേവ് ചെയ്ത് അപ്പൊ തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തോ, ഇതാണ് സ്റ്റോറി, ഞാനൊന്നും അവിടെ വരെ പോയിട്ടില്ല കേട്ടോളാൻ. ഓക്കെ ചേച്ചി, 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാൻ പോവാണ് ഫാമിലി അല്ലേ? ഇപ്പൊ ഭയങ്കര സ്ലോ ആന്നേ. ഇപ്പൊ പഴയ പോലെ അല്ല എനിക്ക് തോന്നുന്നു. എല്ലാരും ഇപ്പം ബാക്ക് ടു വർക്കായി, എല്ലാരും ബിസി ആയി. ഇപ്പൊ എല്ലാരും ഇരുന്നൊന്നും യൂട്യൂബിലെ വീഡിയോസ് കാണലൊക്കെ ഭയങ്കര കുറവാ. അപ്പൊ അതുകൊണ്ട് സ്ലോലി എന്നാലും കുഴപ്പമില്ല. ഞാനൊരു സബ്സ്ക്രൈബർ ആണേ. താങ്ക് യു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ലേ? തുടങ്ങണം. ചേച്ചി കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മിനിമം ഒരു വീട്ടിൽ ഒരു 3 യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ് കണക്ക്. മറ്റേ അഹാനയുടെ വീട്ടില് ഫുള്ള് യൂട്യൂബ് ചാനലാ. അയ്യോ, അത് അവര് 6 യൂട്യൂബ് ചാനൽ. 6 യൂട്യൂബ് ചാനൽ അല്ലേ? വേറെ 6 യൂട്യൂബ് ചാനൽ കാണാനും അവർക്ക് ടൈം ഉണ്ടാവില്ല, പാവങ്ങള്. അതെ. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ചാലഞ്ചസ് ഒക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വരാന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സെഗ്മെന്റ് ഗെയിം ഒക്കെ തപ്പിട്ട് ഒന്നും കിട്ടുന്നില്ല. ഉള്ളം കണ്ട ഗെയിം മൊത്തം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെയ്തു. കൊറേ ചെയ്തു. നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രശ്നമാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ കൂടെ അനൗൺസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ ഇന്റർവ്യൂസിലൊന്നും പറയാൻ വേണ്ടി നമുക്ക് ഉണ്ടാവില്ല. കാര്യം ബേസിക്കലി നമ്മൾ യൂട്യൂബ് ചാനലെല്ലാം ഷെയർ ചെയ്യും. മറ്റേ സാധനം എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഇവിടെ പറഞ്ഞാലോ? പറഞ്ഞോ. ലാസ്റ്റ് കാര്യം പറയാം. അത് ഇതുവരെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ആലോചിച്ച് ഇപ്പോഴത്തെ സമയം കളയണ്ട, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. എനിക്കത് അറിയാൻ ഇന്ന് നമ്മളെ കലക്കുന്ന എക്സ്ക്ലൂസീവ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് അതെ, തംബ്നെയിൽ സെറ്റ് ആക്കിക്കോട്ടെ. ഇതൊക്കെ എവിടെ ചാലഞ്ചസ് ഒക്കെ ആരാ കണ്ടുപിടിക്കുന്നത്? ലിജോ ചേട്ടനാണോ, ചേച്ചി? ചാലഞ്ചസ് ഒക്കെ കുറെ ലിജോ, ഞാനല്ല കണ്ടുപിടിക്കുന്നത്. ചാലഞ്ചസ് ഒക്കെ കുറെ ലിജോ ആണ്. പിന്നെ നമ്മൾ കുറെ ഇൻസ്പയർഡ് ആയിട്ട് കുറെ അടുത്തുനിന്ന് ചാലഞ്ച് ചെയ്യും. ഇപ്പൊ കുറെ പിള്ളേരുണ്ടല്ലോ, നല്ല നല്ല ഫൺ കോണ്ടന്റ് കൊണ്ടുവരുന്ന പിള്ളേരുണ്ടല്ലോ, ലൈക്ക് അലംബൻസ്, പിന്നെ ചൂരലിന്റെ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, സൈക്കോ അലിയൻസ്. അങ്ങനെ നമ്മൾ 1-2 ചാലഞ്ച് അവരുടെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെയൊക്കെ കോണ്ടന്റ് കാണാൻ. നല്ല രസമല്ലേ ആ പിള്ളേർ? ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ചാലഞ്ച് ഒക്കെ കിട്ടും. ഇത് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം, അങ്ങനെ കിട്ടും. ഈ പാട്ടൊക്കെ അങ്ങനെ വരുന്ന, അല്ലാതൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ കിട്ടും. അത് നമ്മൾ ചുരണ്ടും, നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്നും പറയില്ല, നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. നമ്മൾ അന്തസ്സായിട്ട് പറയുന്നത് ചുരണ്ടിയതാണ്. നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് വേറെ രീതിയിലായിരിക്കും, നമ്മളെ ചെയ്യുമ്പോൾ നമ്മള് വേറെ രീതിയിലായിരിക്കും. പക്ഷെ അതിനൊരു അംഗീകാരം കിട്ടിയില്ലേ ചാലഞ്ച് ഒക്കെ ചുരണ്ടുന്നതിന്? ഗപ്പൊക്കെ പിടിച്ചിങ്ങനെ നിപ്പുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും പിടിച്ചു. ഇയാളെ വിളിച്ചിട്ട് വരാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് ഫോട്ടോയിൽ നിൽക്കാം. സോറി, ഞാനില്ല, ഞാൻ ഈ ചലഞ്ചിന്റെ കിട്ടിയ അവാർഡ് ഞാനില്ല. You said it. You shut up. Yeah, I said it. I said it. What you want? Come on, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് don't say anything in English. ശ്വാസം വിടുകേണ്ട. സ്റ്റോക്ക് കഴിഞ്ഞു, നന്നായി നിർത്താൻ. ഇല്ല, ഞാൻ പെട്ടു. വിളിച്ചിട്ട് വരാ. എനിക്ക് കാണണമായിരുന്നു ഇവർ രണ്ടുപേരും ആ അവാർഡ്സ് വായിക്കുന്നത്. ഒരു ഭർത്താവ് ഒരു അഹങ്കാര നിമിഷം. പാവൻ ലിജോയും സ്റ്റേജില് അവിടെ ഇങ്ങനെ കേറിയിട്ട് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ 3 പേരെ അനൗൺസ് ചെയ്തു പേര്. അപ്പൊ ഞാനും ലിജോ ഇങ്ങനെ റെഡി ആയിട്ട്, ലിജോ വാടാ നമുക്ക് അവാർഡ് കിട്ടിയിടോ എന്ന് പറഞ്ഞ പ്രൗഡ് മൊമെന്റ്. എക്സാക്ട്ലി. അപ്പൊ ഇയാൾ അവിടെ വലിയ ചാടിയിലിരിക്കും. അപ്പൊ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ജീവ വാ വാ, അപ്പൊ ജീവ ഇറ്റ്സ് ഓക്കെ, ഇങ്ങള് പൊക്കോന്നൊക്കെ നിർബന്ധിക്കാൻ വേണ്ടി ചാടായിട്ടോ. അത് അപ്പൊ ഞാൻ ലിജോ ഇവരല്ല ഫുൾ അങ്ങനെയാണ് ഞാൻ പറയാം, ചുമ്മാ ചാടിട്ടോ. നിങ്ങളതൊക്കെ മനസ്സിലാക്കണം, ഇയാൾ വെറും ചാടയാ, വെറും ചാട. പിന്നെ ജാടയില്ലാത്ത ഒരു കാര്യമില്ലാതെ ചുമ്മാ നമ്മൾ ആരെങ്കിലും റോഡിൽ കൂടെ നോക്കുമ്പോ ആ ആള് നമ്മളോട് ജാടയിടുന്നു. അപ്പൊ പിന്നെ നമുക്കൊരു ജാടയിട്ട് കൂടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ജാടയുണ്ട് അല്ലേ? ഇപ്പൊ വേറെ കിട്ടിയല്ലേ? പിന്നെ വേറെ കിട്ടി അന്ന് പുറത്ത് തലയ്ക്കോ കിട്ടിയ ഓരോ അന്നൊരു ചെറിയ അതും കിട്ടി. ഞാനും അശ്വതിയും ഷെയർ ചെയ്തു. അങ്ങനെ എനിക്കും വേറെ ചെറിയൊരു അവാർഡും കൂടെ കിട്ടി. പക്ഷെ ജീവചേട്ടന് പൊതുവെ അവാർഡ് കിട്ടാറില്ല. അതല്ല, പിന്നെ ജീവചേട്ടന് അവിടെ കേരളത്തിൽ ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറെ ചേച്ചിമാരൊക്കെ എനിക്കറിയാം. അപ്പൊ അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോ അവര് പറയും ജീവ ശരിക്കും എങ്ങനെയാണോ അതുപോലെ തന്നെയാ, ഫ്ലോറിൽ ഒരു ചാടയില്ല, പാവം പയ്യനാ, നല്ല പയ്യനാ. അത് മനസ്സിൽ നിന്ന് വരുന്നത്, ഇതങ്ങനല്ല. അത് കണ്ടോ, അത് നമ്മൾ അവരുമായിട്ട് ഇടപെടുമ്പോ അത് ഉള്ളിൽ നിന്ന് വന്നാ.
പക്ഷെ ഇതങ്ങനല്ല. ഇത് നമ്മളെ മനപ്പുറം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ചില ദുഷ്ടശക്തികൾ നീല സാരി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അധികമാവില്ല. ഇന്നിവിടെ എന്തേലൊക്കെ നടക്കും. ഞാൻ പറഞ്ഞത് ശരിയാവോ? ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എടുക്കാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വാ. അപ്പൊ ശരിക്കും നടക്കുന്ന എന്താന്ന് കാണാം. അയ്യോ അതറിയത്തില്ല. അതങ്ങനെ അറിയാൻ പറ്റും? ഞങ്ങളുടെ വീട്ടിലല്ലേ നടക്കുന്നത്. ണല്ലോ ഫ്ലാറ്റിലാണ് ആദ്യം എടുത്തത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫ്ലാറ്റ് എനിക്കറിയാം, ബാൽക്കണി, ആ റൂം, ഈ റൂം, കിച്ചൺ. നേരെ പറഞ്ഞു ഓക്കെ ഇത് ലിവിംഗ് റൂം, അത് കിച്ചണിൽ ഇപ്പൊ ഇങ്ങനെ ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്. ഈ ടേബിളിൽ ഈ ഡ്രോറിലാണ് ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഇരിക്കുന്നത്. മറ്റേ റൂമിലും ഇപ്പുറത്തെ റൂമിലും. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ 1-2 ലിപ്സ്റ്റിക്കിന് ഏകദേശം 10 ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞാൽ തേച്ചോട് തുടങ്ങാന്ന് പറയും. ചേട്ടന് കുറെ പെർഫ്യൂം ഉണ്ട്, അതും അടിച്ചിട്ട് വേണേ തുടങ്ങാം. അത് നന്നായി. അതുകൊണ്ട് ഗദാഫി ചോദിച്ചു ഫ്ലാറ്റില് വേണ്ട 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 വേണ്ട. ഞാനിങ്ങനെ ആലോചിച്ചു വേണ്ട വേണ്ട പറ്റിക്കേട്ട് വരകണ്ട. തൃശ്ശൂരാണെങ്കിൽ ഞങ്ങൾ അവിടെ വരാം വീട്ടിൽ വരാം. അപ്പൊ എന്നോട് അത് ഇപ്പൊ എവിടെയായിരിക്കും സ്റ്റേ? ഞങ്ങൾ കാക്കനാടാണ്. വൈറ്റില ദൂരെ കൂടുതലുള്ള സ്ഥലം കേട്ടോ. നമ്മള് ഒഴിവാകുമെന്ന് വിചാരിച്ചു. വൈറ്റില ഒരു കുഴപ്പമില്ല. ഇനി നമ്മള് വരും. നമ്മള് വരുമെന്ന്. പക്ഷെ നിങ്ങൾ എന്നെ ഒരു ദിവസം വിളിക്കോ വീട്ടിലേക്ക്? പ്ലീസ് വിളിക്കാതെ വരണം. മോശമല്ല. അല്ല ഒരു ദിവസം ഇങ്ങനെ കാല് പിടിക്കുമ്പോ എങ്ങനെയാടാ നോന്ന് പറയുന്നത്? അല്ല ഒരു ദിവസം വാ ഫ്ലാറ്റിലേക്കോ വരണേ. 3 ലോക്ക് ചെയ്തിട്ട്. ഓക്കെ നമുക്കിനി വേറെ വല്ലതൊക്കെ ചോദിക്കാം. ഫ്ലാറ്റിലേക്ക് വരുന്നത് ചോദിക്കണ്ട. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഫസ്റ്റ് ഹോം ടൂർ ഓൾറെഡി മില്യൺ വ്യൂസ് അടിച്ചല്ലോ. അതെ 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 അത് പേറ്റന്റഡ് വീഡിയോ ആണ്. തരില്ല. ഓക്കെ എന്താ പറയാ ആ മറ്റേ ആ പാട്ട് ഏതാന്ന്? ലജ്ജാവതിയെ. അതിന്റെ ഒരു ഇംഗ്ലീഷ് അറിയില്ല, അതൊന്ന് പറയോ ചേട്ടാ? അത് ചെറുതില്ല. ഇതിന്റെ ലിറിക്സ് ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഫുൾ ടൈം ജോക്ക് ബോക്സിൽ കേൾക്കുന്ന പാട്ട് ലജ്ജാവതി. അന്ന് അറിയാലോ ലജ്ജാവതി അന്നും ഇന്നും ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. അപ്പം ഈ സാധനം എന്തോ പാടുന്നത് നമുക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ജാസിയേട്ടന്റെ സൗണ്ട് തെമ്മ തെമ്മ അങ്ങനെ ഒരു പ്രത്യേക സൗണ്ടും. അപ്പൊ നമ്മള് കേൾക്കുമ്പോ ക്രിക്കറ്റ് കളിക്കാത്ത ജൂക്ക് ബോക്സ് ഫുൾ ടൈം ഇതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഈ മ്യൂസിക് അടക്കം ഇട്ടാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. ഈ 90s കിഡ്സിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഡിലീറ്റ് ആക്കിയത് കൊണ്ട് ശരിയാണെന്ന് തോന്നുന്നു. ഇത് ഇന്നത്തെയോ വീഡിയോ അല്ലേ? ഇപ്പോൾ ജീവയും അപർണയും ഒരുമിച്ച് കാണുന്നില്ലല്ലോ, പണ്ടത്തെ ഒരു വൈബ് ഇല്ലല്ലോ, വാട്ട് ഹാപ്പൻഡ് എന്നിങ്ങനെയാണ് കമന്റുകൾ. എന്നാൽ ഇതൊക്കെ തള്ളി ഇരുവരെയും പിന്തുണച്ച് നിരവധി ആളുകളാണ് കമന്റുകളും ലൈക്കുകളുമായി എത്തുന്നത്. പിരിഞ്ഞു എന്ന് കേട്ട് ഇവിടെ വന്ന് നോക്കിയവരുണ്ടോ എന്നും ഒരാൾ കമന്റ് ഇട്ടു. ജീവയും അപർണയും ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇരുവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപർണയാണെങ്കിൽ മോഡലും മേക്കപ്പിൽ കൂടുതൽ കുറേ ബ്രാൻഡുകൾ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറും ഒക്കെയാണ്. എന്നാൽ ഇരുവരും വിവാഹമോചിതരാകുന്നു അല്ലെങ്കിൽ ഇരുവരും സെപ്പറേറ്റ് ആയി എന്ന് ആർക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനു മുൻപ് വിവാഹത്തെപ്പറ്റി, വിവാഹമോചനത്തിനെ പറ്റി ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ വിവാഹമോചിതരായി എന്ന വാർത്ത പല സ്ഥലങ്ങളിലും കാണാറുണ്ടെന്നും എന്നാൽ ഇതുവരെയും അങ്ങനെ ആയിട്ടില്ല എന്നും, അങ്ങനെ വിവാഹമോചിതരാവുകയാണെങ്കിൽ എല്ലാവരെയും അറിയിച്ച് മാത്രമേ ചെയ്യൂ എന്നും നല്ല അടിപൊളി കാർഡ് ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കമന്റ് സെക്ഷൻ ഓഫാക്കിയിടും. വേർപിരിഞ്ഞാലും ഞാൻ ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചേക്കാം എന്നാണ് അപർണ പറയുന്നത്. വളരെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന താരങ്ങളാണ് അപർണയും ജീവയും. വിവാഹമോചനം ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല എന്ന് ജീവയും അപർണയും പറയുന്നു. ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വേർപിരിയുന്നത് തന്നെയാണ് നല്ലത്. എന്റെ അടുത്ത ബന്ധു വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനകം വേർപിരിഞ്ഞിരുന്നു. അത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു മുറിയിൽ റൂംമേറ്റ്സിനെ പോലെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അഭിനയിച്ച് ജീവിക്കണം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അത് രണ്ടുപേരുടെയും ലൈഫ് കളയുന്നതിന് തുല്യമാണെന്നും ഇരുവരും പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാകും. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സന്ദേശം കൊടുക്കാൻ കഴിയണം, ഹാപ്പി ലൈഫ് കാണിച്ചു കൊടുക്കണം, മാതൃകയാകണം എന്നൊക്കെയുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ലൈഫ് ആർക്കെങ്കിലും പ്രചോദനമാകുന്നുണ്ടെങ്കിൽ സന്തോഷം. അത് മറ്റുള്ളവരെ അസൂയപ്പെടുത്താൻ വേണ്ടി ഒന്നുമല്ല എന്നും ജീവയും അപർണയും പറയുന്നു. എന്താണെങ്കിലും ഇരുവരും വിവാഹമോചിതരായോ എന്നുള്ള ഒരു ആകാംക്ഷ ഇന്നും പ്രേക്ഷകർക്കുണ്ട്.
എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്? ജീവയുടേതായ കുറേ തിരക്കുകളിലേക്കും അപർണ പലതരത്തിലുള്ള മേക്ക് ഓവറുകളിലേക്കൊക്കെ മാറിയപ്പോൾ രണ്ടുപേരും രണ്ട് ഫീൽഡിലോട്ടായി. രണ്ടുപേരും ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും ഇരുവർക്കും ഒന്നിച്ച സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാതെയായി. അങ്ങനെയാണോ ഇവർ തമ്മിൽ അകൽച്ച വർദ്ധിച്ചത്? ഇപ്പോൾ അപർണയും ജീവയും സെപ്പറേറ്റ് ആയിട്ട് തങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടെങ്കിലും അപർണയ്ക്കൊപ്പമുള്ള ഒറ്റ ചിത്രം പോലും കുറേ നാളുകൾക്കിടയിൽ ജീവ പങ്കുവച്ചിട്ടില്ല. തിരിച്ച് അപർണയും ജീവിക്കൊപ്പമുള്ള ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവെക്കാറില്ല.